അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്താണ് മലക്കുകൾ? പ്രപഞ്ചത്തിൽ അവരുടെ റോൾ എന്താണ്? ദൈവത്തിന് മലക്കുകൾ എന്ന സഹായ സംഘത്തിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യരുമായുള്ള അവരുടെ ബന്ധമെന്ത് എന്നീ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പൊതുവെയുള്ള ധാരണകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഈ ശാസ്ത്രയുഗത്തിൽ അഹ്മദിയ പ്രസ്ഥാന സ്ഥാപകർ ഹസ്രത്ത് വഖ്ദത്ത മഹദി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വിശദീകരിച്ചു തന്നതിനനുസരിച്ച് നാം അഹ്മദി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് സർവലോക പരിപാലകനായ ദൈവം മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തെയും മുഴുവൻ ആത്മീയ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത് മലക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന നിശ്ചിത ആത്മീയ ശക്തികൾ മുഖേനയാണെന്നാണ്. ഭൗതികവും ആത്മീയവുമായ ലോകത്തിലെ സർവ്വതിൻ്റെയും പ്രവർത്തനം നടപ്പിലാക്കാൻ ദൈവം മലക്കുകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ്റെ കൽപ്പനയാൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം കൽപ്പിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്യാനുള്ള കഴിവും ശക്തിയും മലക്കുകൾക്കില്ല. വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം 7-ാം സൂക്തം ഇപ്രകാരം പറയുന്നു: അല്ലാഹു അവരോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയും അവർ ലംഘിക്കുകയില്ല. അവരോട് ആജ്ഞാപിക്കുന്നതെന്തോ അത് അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഭൗതിക ലോകത്ത് പ്രകൃതി നിയമങ്ങളുടെ ആത്യന്തിക കാരണം മലക്കുകളാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവരുടെ കർത്തൃത്വം മുഖേനയാണ് നടക്കുന്നത്. മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതും സൂര്യൻ ഭൂമിയിലേക്ക് കിരണങ്ങൾ വർഷിക്കുന്നതും വിഷവും മരുന്നും അതത് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും മലക്കുകളാകുന്ന ഉപാധിയിലൂടെയാണ്. തീർച്ചയായും അവരുടെ ഇടനിലയില്ലാതെ ലോകത്ത് യാതൊന്നും അതിൻ്റെ ഫലമുണ്ടാക്കില്ല. എന്നാൽ വിഷം അതിൻ്റെ സ്വഭാവത്തിൽ വിഷമല്ലെന്നോ ഒരു മറുമരുന്ന് സ്വന്തം നിലയിൽ ഒരു മറുമരുന്നല്ലെന്നോ ഇതിനർത്ഥമില്ല. വിഷം അതിൻ്റെ ഫലമുണ്ടാക്കാൻ മലക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ വിഷം പ്രവർത്തിക്കില്ല. മലക്ക് അനുവദിച്ചില്ലെങ്കിൽ ഒരു മരുന്നും പ്രവർത്തിക്കില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും മലക്കുകളാൽ നിയന്ത്രിക്കപ്പെടുകയും ഭരിക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അവരെ വിളിക്കുന്നത് മുഖസ്സിമാത്തി അമ്ര, അഥവാ കൽപ്പിക്കപ്പെട്ട ജോലികൾ പിന്നിൽ നിന്ന് നിഷ്ഠയോടെ നിർവഹിക്കുന്ന ജീവികൾ എന്നാണ്. ജിബ്രീൽ, മീകായിൽ, അസ്രായിൽ, അസ്രാഫീൽ എന്നിങ്ങനെ മലക്കുകളെ ഒറ്റയായിട്ടാണ് സാധാരണ വിശേഷിപ്പിക്കപ്പെടാറുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ആ പേരുകളിൽ അറിയപ്പെടുന്ന ഓരോ മലക്കും നിശ്ചിത ജോലികളിൽ വ്യാപൃതരായ എണ്ണമറ്റ വിവിധ മലായിക്കി സൈന്യങ്ങളുടെ തലവന്മാരിൽ ചിലർ മാത്രമാണ്. പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഓരോ പ്രവർത്തനത്തിനും ആ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പരമോന്നത മലക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആജ്ഞാനുവർത്തികളായ അസംഖ്യം മാലാകമാർ പ്രവർത്തിക്കുന്നു. അവരെയാണ് വിശുദ്ധ ഖുർആനിൽ ജുനൂദ് അഥവാ സൈന്യം എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, 74-ാം അധ്യായം 32-ാം വചനം: നിന്റെ രക്ഷിതാവല്ലാതെ മറ്റാരും അവൻ്റെ സൈന്യങ്ങളുടെ എണ്ണം അറിയുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഇച്ഛക്കും അവൻ സൃഷ്ടിച്ച രൂപകൽപ്പനക്കും പൂർണ്ണമായും വിധേയമായിട്ടായിരിക്കും. ഓരോ കാര്യത്തിനും മഹോന്നതനായ അള്ളാഹു അനുവദിച്ച പ്രവർത്തന രൂപരേഖയിൽ നിന്നോ അതിനായി അവൻ രൂപപ്പെടുത്തിയ പദ്ധതിയിൽ നിന്നോ ഒരു ചെറിയ വ്യതിയാനം വരുത്താൻ പോലും അവർക്ക് കഴിയുകയില്ല. ഈ യാഥാർത്ഥ്യം ഹസ്രത്ത് വഖ്ദത്ത ഇമാം മഹദി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം കുറെ കൂടി വ്യക്തമായി ഇപ്രകാരം നമുക്ക് വ്യക്തമാക്കി തരുന്നു. റൂഹാനി ഖസായിൻ വോളിയം 5 ഫുട് നോട്ടായി
അദ്ദേഹം പറയുന്നു, മലക്കുകൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ രൂപകൽപ്പനകളും ആദ്യം പ്രതിഫലിക്കുന്നത് അവരുടെ സുതാര്യമായ ദർപ്പണങ്ങളിലാണ്. അവരുടെ മധ്യസ്ഥതയിലൂടെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ രൂപകൽപ്പനകൾ നടപ്പിലാക്കപ്പെടുകയും സൃഷ്ടിജാലങ്ങളിൽ ഉടനീളം വ്യാപിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ഇച്ഛക്കും ഇംഗിതത്തിനും അനുസൃതമായി പ്രവർത്തിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ മലക്കുകൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ അവയവങ്ങൾ പോലെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം അവൻ സ്വയം പര്യാപ്തനായിരിക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽനോട്ടം മലക്കുകൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിന് എന്തിനാണ് മലക്കുകളെ പോലുള്ള ഒരു സൃഷ്ടി സമൂഹത്തിൻ്റെ ആവശ്യം? മലക്കുകളുടെ സംഘം ദൈവത്തിലുള്ള ഒരു തരത്തിലുള്ള പോരായ്മയെ അല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? അവൻ സർവശക്തനായതുകൊണ്ട് തന്നെ മലക്കുകളില്ലാതെയും അവന് സർവ്വതും ചെയ്യാൻ കഴിയുമെന്നിരിക്കെ അവൻ്റെ ഉത്തരവുകളുടെ നിർവഹണത്തിനായി മലക്കുകളെ എന്തിനെ ആശ്രയിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടേക്കാം. ഹസ്രത്ത് വാഗ്ദത്ത ഇമാമുന മഹ്ദി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, ആരുടെ പ്രവർത്തികളിലാണോ ഐക്യവും ഏകത്വവും സമതുലനാവസ്ഥയുമുള്ളത്, ആ പങ്കുകാരാരുമില്ലാത്ത സർവജ്ഞനായ ദൈവം മനുഷ്യന്റെ ഭൗതിക വളർച്ചയ്ക്കായി അനേകം ഭൗതിക മാർഗങ്ങളുടെ ഉപാധികൾ തിരഞ്ഞെടുക്കുകയും മനുഷ്യ ശരീരത്തെ വിവിധ മാർഗേണ സ്വാധീനിക്കുന്നതിനായി ഭൗതിക മാധ്യമങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തതുപോലെ മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്കും അതേ വ്യവസ്ഥ തന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ ബാഹ്യവും ആന്തരികവും ഭൗതികവും ആത്മീയവുമായ രണ്ട് സംവിധാനങ്ങളും അവയുടെ സന്തുലിതാവസ്ഥയിലൂടെയും യോജിപ്പിലൂടെയും ഏകതയിലൂടെയും സർവവും തൻ്റെ ഇച്ഛയാൽ നിയന്ത്രിക്കുന്ന ഏകനായ ഒരേയൊരു സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നതിനു വേണ്ടി തന്നെ. അപ്പോൾ പ്രകൃതി നിയമങ്ങളെ നിയന്ത്രിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ബാധ്യത മലക്കുകൾക്കാണ്. പ്രകൃതി പ്രതിഭാസങ്ങളിലെ ഏതെങ്കിലും ഒരു സൂക്ഷ്മവശത്തേക്ക് കണ്ണോടിക്കുമ്പോൾ തന്നെ മലക്കുകളുടെ നിഗൂഢമായ സാന്നിധ്യം നമ്മുടെ അകക്കണ്ണുകളിൽ കാണാൻ കഴിയും. ഉദാഹരണമായി, എങ്ങനെയാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും യോജിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ജലത്തിൻ്റെ ഒരു തന്മാത്രയാവുന്നത്? ഹൈഡ്രജൻ അവിശ്വസനീയമാം വിധം കത്തുന്നതാണ്. ഓക്സിജൻ കത്തുന്നതിനെ പിന്തുണക്കുന്ന വാതകവുമാണ്. പക്ഷേ അവ ഒരുമിക്കുമ്പോൾ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം അഥവാ വെള്ളം നമുക്ക് ലഭിക്കുന്നു. വ്യക്തമായും ആറ്റങ്ങൾ ബുദ്ധിയുള്ളവയല്ല, ഒന്നും അവ അറിയുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് ഒരു ഓക്സിജൻ ആറ്റവുമായി ചേരണമെന്ന് അറിയുന്നത്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് മറ്റൊരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമായി ചേർന്ന് ജലമുണ്ടാക്കാൻ എങ്ങനെ അറിയാം? ആ വിവരം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ അതിബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണനിർവഹണത്തിന് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ പരിണാമ ചരിത്രത്തിൻ്റെ കോടാനുകോടി വർഷങ്ങളിലൂടെയുള്ള പ്രയാണഗതിയിലുടനീളം നിരന്തരമായ ശ്രദ്ധയും നിയന്ത്രണവുമുള്ള അതിവിപുലമായൊരു സംഘടനാ സംവിധാനം ആവശ്യമാണ്. ഈ സംവിധാനമാണ് ദൈവത്തിൻ്റെ ഏജന്റുമാരായി വിശാലമായ പ്രപഞ്ചത്തെയും അതിൻ്റെ സങ്കീർണമായ നിയമവ്യവസ്ഥയെയും അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന മലക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഭൗതിക ലോകത്ത് പ്രകൃതി നിയമങ്ങളുടെ ആത്യന്തിക കാരണം മലക്കുകളാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കൈകാര്യകർത്തൃത്വവും അവരുടെ ഉത്തരവാദിത്തമാണ്. മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതും സൂര്യൻ ഭൂമിയിലേക്ക് കിരണങ്ങൾ വർഷിക്കുന്നതും വിഷവും മരുന്നും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്.
വൈറസും ബാക്ടീരിയയും നിയന്ത്രിക്കുന്നതും സംഘടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നിശ്ചിതമായ മലക്കുകളാണ്. അവർ തികഞ്ഞ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പാരിസ്ഥിതിക വ്യവസ്ഥകൾ അഥവാ എക്കോസിസ്റ്റംസ് ആകസ്മികമോ കുയഞ്ഞുമറിഞ്ഞതോ അല്ല, മറിച്ച് അദൃശ്യരും ആത്മീയ ജീവികളുമായ മലക്കുകളാകുന്നു അവ നിയന്ത്രിക്കുന്നത്. പ്രത്യക്ഷമായ എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും മലക്കുകളുടെ പ്രവർത്തനമുണ്ടെന്ന് ഹസ്രത്ത് വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം വ്യക്തമാക്കുന്നുണ്ട്. ആ മഹാത്മാവ് പറയുന്നു, സർവശക്തനായ ദൈവം ലോകത്തിലെ സംഭവങ്ങളെ ദൃശ്യമായൊരു വ്യവസ്ഥയിൽ തന്നെ ഒതുക്കിയിട്ടില്ല, മറിച്ച് സദാ പ്രവർത്തന നിരതമായ ഒരു അദൃശ്യ സംവിധാനവുമുണ്ട്. സൂര്യനും ചന്ദ്രനും ഭൂമിയും മഴയായി മാറുന്ന നീരാവികളും ഉഗ്രമായി വീശുന്ന കാറ്റും ഭൂമിയിൽ പതിക്കുന്ന ആലിപ്പഴവും ഉൽക്കാപതനങ്ങളുമെല്ലാം സംഭവിക്കുമ്പോൾ അവക്കു പിന്നിൽ ഭൗതികമായ കാരണങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെയും മാറ്റങ്ങളെയും പരിവർത്തനങ്ങളെയും കുറിച്ച് ഭൗതിക ശാസ്ത്രത്തെയും ജ്യോതിശാസ്ത്രത്തെയും കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുമുണ്ട്. എങ്കിലും ഈ കാരണങ്ങൾക്ക് പിന്നിൽ അവയെ നിയന്ത്രിക്കുന്ന മറ്റ് കാരണഭൂതന്മാരുണ്ടെന്നും അവയെ മലക്കുകൾ എന്നാണ് വിളിക്കുന്നതെന്നും ഉൾക്കാഴ്ചയുള്ളവർക്ക് അറിയാം. അവർ എന്തൊക്കെയായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെ അവർ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുകയും സർവശക്തനായ ദൈവം തങ്ങളിൽ ഭരമേൽപ്പിച്ച ആത്മീയ ലക്ഷ്യങ്ങളെ അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പാലിക്കുകയും ചെയ്യുന്നു. ദ എസൻസ് ഓഫ് ഇസ്ലാം വോളിയം 2. ഭൗതികവാദം ശക്തമായി പിടിമുറുക്കിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിഹസിക്കപ്പെടാതെയും അപഹസിക്കപ്പെടാതെയും ഏതൊരു ആത്മീയ സത്യവും പ്രകടിപ്പിക്കുക എന്നത് ഇന്ന് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ വാഗ്ദത്ത ഇമാമുന മഹ്ദി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്തായ ആഗമനത്തോടെ ആത്മീയ സമ്പത്ത് വളരെ ഉദാരമായി വിതരണം ചെയ്യപ്പെടുകയും വിനിമയം ചെയ്യപ്പെടുകയുമുണ്ട്. അങ്ങനെ ആത്മീയ വിഷയങ്ങളുടെ സത്യാവസ്ഥ പ്രകടമാക്കി കാട്ടുക എന്നത് ആ മഹാത്മാവിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ജോലിയായി തീർന്നു. ദൈവത്തിൻ്റെ അസ്തിത്വം, മനുഷ്യനുമായുള്ള അവൻ്റെ ബന്ധം, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസ സിദ്ധാന്തം, ആകാശത്തിലെ ഖഗോളങ്ങളുമായും മനുഷ്യരാശിയുമായും ബന്ധപ്പെട്ട മലക്കുകളുടെ പ്രവർത്തനങ്ങൾ, ഭൂമുഖത്തെ പ്രവാചകന്മാരുടെ ആഗമനവും അവരുടെ വെളിപാടുകളും, ഇങ്ങനെ ലോകത്തിന് വളരെയധികം പ്രഹേളികകളായി അവശേഷിച്ച വിശ്വാസങ്ങൾ ഓരോന്നും ഈ ശാസ്ത്രയുഗത്തിൽ മനുഷ്യ ദിഷണക്ക് എളുപ്പം മനസ്സിലാവുന്ന പരിധിയിലേക്ക് ഹസ്രത്ത് വാഗ്ദത്ത ഇമാമുന മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ മലക്കുകളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം സൈദ്ധാന്തികമായി നമുക്ക് വിശദീകരിച്ചു തന്നതുപോലെ മലക്കുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ 2ാം ഖലീഫ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു വിശദമായി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, അള്ളാഹുവിനും അവന്റെ സൃഷ്ടികൾക്കും വേണ്ടി മലക്കുകൾ ചെയ്യുന്ന വിവിധ ദൗത്യങ്ങളെക്കുറിച്ചുള്ള 17 ഖുർആനിക പോയിന്റുകൾ മലായിക്കത്തുള്ള എന്ന തൻ്റെ കൃതിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് വായിച്ചറിയുമ്പോൾ മനുഷ്യരാശിയോടുള്ള അള്ളാഹുവിൻ്റെ അഗാധമായ കാരുണ്യത്തെക്കുറിച്ച് നാം അത്ഭുതപ്പെടാതിരിക്കും. ഈ പുസ്തകത്തിൽ ഒരിടത്ത് ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നാം ഭൗതിക ലോകത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെയും ഫലങ്ങളെയും കുറിച്ചും പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് തികച്ചും അദൃശ്യമായ കണങ്ങളിൽ നിന്ന് ഉപകണങ്ങളിലേക്ക് നയിക്കുന്ന
ഒരു സൂക്ഷ്മ ലോകത്തിലേക്കാണ് നമ്മുടെ നിരീക്ഷണം എത്തിച്ചേരുക. ദ്രവ്യം വാതകങ്ങളായി മാറുകയും അതിലുമപ്പുറം അതീന്ദ്രിയമാവുകയും ചെയ്യുന്നു. അനന്തരം ദ്രവ്യം ഊർജമായി മാറുന്നുവെന്ന് പറയപ്പെടും. ഈ ഊർജത്തിന്റെ സ്രോതസ്സുകൾ മലക്കുകളാകുന്നു. 1920 ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഈ പ്രഭാഷണം നടത്തിയത്. ഇന്ന് ആധുനിക ഭൗതിക ശാസ്ത്രം എത്രയോ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഒരു മൊട്ടുസൂചിയുടെ അഗ്രത്തിൽ ഏകദേശം 5 മില്യൺ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത്. പക്ഷേ ആറ്റങ്ങൾ ശരിക്കും എന്താണെന്ന് ഇന്നും അവർക്കറിയില്ല. മുമ്പ് ആറ്റം ബോംബ് പ്രോഗ്രാമിന്റെ തലവനായിരുന്ന റോബർട്ട് ഓപ്പൺ ഹൈമറിനോട് ഒരു ആറ്റത്തെക്കുറിച്ച് വിവരിക്കാൻ ഒരു പത്രപ്രവർത്തകൻ ആവശ്യപ്പെട്ടപ്പോൾ, അജ്ഞാതമായ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നു, എന്താണതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഇന്നും ആ അവസ്ഥക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആറ്റത്തിലെ പ്രാഥമിക കണങ്ങളല്ല, മറിച്ച് അതിലും സൂക്ഷ്മ കണങ്ങളായ ക്വാർക്കുകളും ഗ്ലൂവോണുകളും കൂടിച്ചേർന്നുണ്ടാവുന്ന അവസ്ഥകളാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ക്വാർക്കുകളും ഇലക്ട്രോണുകളുമാണ് അടിസ്ഥാന കണങ്ങളെന്ന് കരുതാൻ തുടങ്ങി. തുടർന്ന് അവ പോലും അടിസ്ഥാനപരമല്ലെന്നായി വാദം. ഈ കണങ്ങളൊക്കെ നമ്മുടെ പരീക്ഷണശാലകളിലെ സ്ക്രീനിൽ ഊർജസ്ഫുലിംഗങ്ങളായോ ക്ലിക്കുകളായോ മാത്രമേ എപ്പോഴും ദൃശ്യമാകാറൂ. അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രം കൊണ്ട് മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ ശരിക്കും വസ്തുക്കളുടെ ഏറ്റവും അടിയിലെത്തിയില്ല എന്നർത്ഥം. ആറ്റത്തിന്റെ സൂക്ഷ്മ ലോകത്ത് ദ്രവ്യം അതീന്ദ്രിയമാവുകയും ഊർജമായി മാറുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെട്ടുവല്ലോ. ഈ ഊർജത്തിന്റെ സ്രോതസ്സുകൾ മലക്കുകളാണെന്നും മലായിക്കത്തുള്ള എന്ന തന്റെ കൃതിയിൽ ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക. ചുരുക്കത്തിൽ, മലക്കുകൾ അള്ളാഹുവിന്റെ ശക്തികൾ വെളിപ്പെടുത്താനുള്ള മാധ്യമമാണ്. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ശേഷം മലക്കുകളിലുള്ള വിശ്വാസം ഇസ്ലാം ഊന്നി പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ചത്തിന്റെ പരിപാലനത്തിനും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കും ഉത്തരവാദികൾ അവരാണ്. പരിണാമം സംഭവിക്കുന്നതിന് ഉത്തരവാദികളും മലക്കുകളാണ്. അവരാണ് പക്ഷിയെ വായുവിൽ താങ്ങി നിർത്തുന്നത്. വിശ്വാസവും ഈമാനുമുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ. അവിശ്വാസികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഹസ്രത്ത് വാഗ്ദത്ത ഇമാമുന മഹ്ദി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഹഖീഖത്തുൽ വഹി എന്ന തന്റെ മഹത്തായ ഗ്രന്ഥത്തിൽ ഒരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, യുക്തിയുടെ പ്രവർത്തനം വികലവും അപൂർണവും സംശയാസ്പദവുമായതിന് ഒരു തത്വചിന്തകന് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ല. തികച്ചും യുക്തിയിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ അസ്തിത്വം പൂർണ്ണമായും നിർണയിക്കാൻ ശ്രമിക്കുന്ന മിക്ക ആളുകളും അവസാനം നിരീശ്വരവാദികളായി മാറും. ഹഖീഖത്തുൽ വഹി റൂഹാനി കസൻ വോളിയം 20 പേജ്